ഇരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, വൈക്കൽശ്ശേരി പ്രദേശത്തെ പ്രിയങ്കരായ സഖാക്കളെ, ദീർഘമായ 2 പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പുഞ്ചിയമേരിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്വന്തം ജീവനക്കാളേറെ സ്നേഹിച്ച പതിനായിരക്കണക്കായ സഖാക്കൾക്ക് എന്തുകൊണ്ടാണ് സമാന്തരമായി ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പുഞ്ചിയമേരിയക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയുടെ മൂല്യങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും നിരക്കാത്ത നാടുവാഴികളും പ്രമാണിമാരും തമ്പുരാക്കന്മാരുമെല്ലാം ഈ പാർട്ടിയുടെ നേതൃത്വത്തെ കീഴടക്കുകയും ആത്മാഭിമാനികളായ സ്വന്തമായ അഭിപ്രായമുള്ള ആളുകൾക്ക് പുഞ്ചിയമേരിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ഈ നേതൃത്വത്തിന് കീഴിൽ തുടരാനാവില്ല എന്ന അങ്ങേയറ്റത്തെ ഘട്ടം വന്നപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് 2008 ജൂലൈ മാസം 27-ാം തീയതി ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഘടകം ഏറാമല പഞ്ചായത്തിനകത്ത് രൂപീകരിക്കപ്പെടുന്നത്. 5 മാസക്കാലം പിന്നിട്ടിരിക്കുന്നു. 5 മാസക്കാലത്തിനിടയിൽ പുഞ്ചിയമേരിയയുടെ 90% പ്രദേശങ്ങളെയും CPIM-ന്റെ അനുഭാവികളായ 90% ആളുകളുടെയും മനസ്സു കീഴടക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വൈക്കൽശ്ശേരി പ്രദേശത്ത് അതിന് 5ാമത്തെ ഘടകം രൂപീകരിച്ചു. വളരെ ആവേശകരമായ ഒരു അന്തരീക്ഷമാണിത്. പുഞ്ചിയമേരിയക്കകത്ത് മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാത്ത രൂപത്തിൽ ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടം മുതൽ ഏറ്റവും അധികം കായികമായ കടന്നാക്രമണങ്ങളും ഏറ്റവും അധികം മർദ്ദനങ്ങളും ഏറ്റവും അധികം പ്രവർത്തന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലും എല്ലാം നടന്നൊരു മണ്ണാണ് വൈക്കൽശ്ശേരിയുടെ മണ്ണ്. ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ പ്രവർത്തനവുമായി നിരവധി തവണ ഈ വൈക്കൽശ്ശേരി പ്രദേശത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് തുടക്കഘട്ടം മുതൽ തന്നെ ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയില്ല, ഡിവൈഎഫ്ഐ റവല്യൂഷണറിന്റെ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ല, ഡിവൈഎഫ്ഐ റവല്യൂഷണറിന്റെ കൊടികെട്ടാൻ അനുവദിക്കില്ല, വലിയ ഭീഷണികളായിരുന്നു. വൈക്കൽശ്ശേരി വള്ളിക്കാട് പ്രദേശത്ത്, ബാലവാടി പ്രദേശത്ത്, വൈക്കൽശ്ശേരി തെരുപ്രദേശത്ത് ഡിവൈഎഫ്ഐ റവല്യൂഷണറുടെ സംഘടനാ പ്രവർത്തനത്തെ ഏകാധിപത്യപരമായ പ്രവണതകളിലൂടെ കയ്യൂക്കുകൊണ്ട് കവനച്ചട്ടം ഇത്തരം കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ച CPIM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും ഔദ്യോഗിക നേതൃത്വത്തിലുള്ള മറുപടിയാണ് ഈ കൺവെൻഷൻ. നിങ്ങൾ നോക്ക്, ബാലവാടി പ്രദേശത്ത് ഡിവൈഎഫ്ഐ റവല്യൂഷണറുടെ പോസ്റ്റർ ഒട്ടിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച തമ്പുരാക്കന്മാരുടെ മുന്നിലൂടെ ഇന്ന് ഈ കൺവെൻഷൻ വേദിയിലേക്ക് ഒഴുകിയെത്തിയ 50-ലധികം ആളുകൾ വരുന്ന പ്രകടനം എന്താണ് സൂചിപ്പിക്കുന്നത്? വള്ളിക്കാട് പ്രദേശത്ത് ഡിവൈഎഫ്ഐ റവല്യൂഷണറുടെ മൈക്ക് പെർമിഷൻ നിഷേധിച്ച് ഡിവൈഎഫ്ഐ റവല്യൂഷണറുടെ കൺവെൻഷൻ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ആളുകളുടെ മുന്നിലൂടെയാണ് 100 കണക്കിന് ആളുകൾ ജാഥ വിളിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൈക്കൽശ്ശേരി ലോക്കൽ കൺവെൻഷന്റെ രൂപീകരണ വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. ജനം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തും. ഇവിടെ സഖാക്കൾ പറഞ്ഞ് വൈക്കൽശ്ശേരി പ്രദേശത്ത് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ വിഷയങ്ങൾ നോക്ക് നിങ്ങൾ. ഈ പാർട്ടി ആരാണ് നയിക്കുന്നത്? ഒരു വൈകുന്നേരം വള്ളിക്കാട്ടു നിന്ന് ഒരു പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നു ഡിവൈഎഫ്ഐയുടെ. ഈ സമയം വരെ എന്തിനാണ് ആ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് എന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം വിശദീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് പ്രതിഷേധ പ്രകടനം. ഈ ഒഞ്ചിയമേരിയയിലെ എമ്പാടുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെല്ലാം നാദാപുരം റോഡിൽ മടപ്പള്ളിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഊരാളുങ്കൽ ലോക്കൽ കൺവെൻഷന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വള്ളിക്കാട്ടു നിന്ന് ഒരു പ്രതിഷേധ പ്രകടനം, 50 ആളുകൾ ഒരു പ്രതിഷേധ പ്രകടനം. ആ പ്രകടനം വൈക്കൽശ്ശേരി തെരുവഴി വൈക്കൽശ്ശേരിയിലെത്തുന്നു. ഈ വൈക്കൽശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേരുന്നു. വൈകുന്നേരം 5:30 മണി 6 മണിക്ക് ഈ വൈക്കൽശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ച ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ കൊടിമരം പൊരിച്ചെടുക്കുന്നു. കൊടിമരം പൊരിച്ചെടുക്കുന്ന കണ്ടപ്പോൾ ഡിവൈഎഫ്ഐ റവല്യൂഷണറുടെ മേഖലാ കമ്മിറ്റി അംഗം പ്രശാന്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. ആളുകളെല്ലാം നോക്കി നിൽക്കെ ആ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ ആ പൊരിച്ചെടുത്ത കൊടിമരം കൊണ്ട് പ്രശാന്ത് എന്ന് പറയുന്ന ഇത്തിരിയില്ലാത്ത ചെറുപ്പക്കാരനെ ഈ നടുറോട്ടിൽ അടിച്ചു വീഴ്ത്തുന്നു. ആരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? ആ പ്രകടനം പ്രശാന്തിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഇവിടുന്ന് മലോലുമുക്കിലേക്ക് പോകുന്ന വഴിക്ക് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗം പ്രജീഷിനെ മലോലുമുക്കിൽ വെച്ച് മർദ്ദിക്കുന്നു. മലോലുമുക്കിലെ കൊടി കീറി എറിയുന്നു. കാളാശ്ശേരി മുക്കിലെ സ്തൂപം അടിച്ച് തകർക്കുന്നു. കാളാശ്ശേരി മുക്കിൽ വെച്ച് ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ കൊടി കത്തിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ മത്തായി ചാക്കോ സ്മാരക സ്തൂപവും അടിച്ചു തകർത്ത് ആ പ്രകടനം തിരിച്ച് വള്ളിക്കാട്ടേക്ക് പോകുന്നു. നോക്കൂ നിങ്ങൾ, ഡിവൈഎഫ്ഐ ഏതാണ്? ഡിവൈഎഫ്ഐ റവല്യൂഷണറി ഏതാണ്? ഇവന്റെ കൊടി ഏതാണ്? ഞങ്ങളുടെ കൊടി ഏതാണ്? ഇവരുടെ കൊടി സ്തൂപം ഏതാണ്? ഞങ്ങളുടെ സ്തൂപം ഏതാണ്? ഇതൊന്നും നോക്കിയിട്ടില്ല.
മത്തായി ചാക്കോവിന്റെ അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് പടയാളി സഖാവ് മത്തായി ചാക്കോയുടെ നാമധേയത്തിൽ കാളാശ്ശേരി മുക്കിൽ 1 വർഷം മുമ്പേ പടുത്തുയർത്തിയ ചാക്കോയുടെ സ്മാരക സ്തൂപം അടിച്ചു തകർത്ത ആളുകൾ ഡിവൈഎഫ്ഐക്കാരാണോ? അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളാണോ? പറയണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വം. ഇവിടെ ഡിവൈഎഫ്ഐ റവല്യൂഷണറി കാളാശ്ശേരി മുക്കിൽ ചാക്കോ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചപ്പോ തടയുമെന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചിരുന്നു. അത് തടയാൻ വേണ്ടി ഒരുക്കിയ വിദ്യയായിരുന്നു അന്ന് കാളാശ്ശേരി മുക്കിലെ സ്തൂപം. കഴിഞ്ഞ ഒക്ടോബർ മാസം 9-ാം തീയതി അടിച്ചു തകർക്കാൻ തീരുമാനിച്ച ഡിവൈഎഫ്ഐ. അങ്ങനെ അത് അടിച്ചു തകർത്തിട്ട് വൈക്കിലിശ്ശേരി മേഖലയിൽ സംഘർഷമുണ്ടാക്കി ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ ചാക്കോ അനുസ്മരണ പരിപാടി തടയണം. അതിനുവേണ്ടി എത്ര തവണ വള്ളിക്കാട്ടു നിന്നും ബാലവാടിയിൽ നിന്നും ഇരുമ്പുപടികളുമായി ബൈക്കിൽ വന്നിട്ടുള്ള ആളുകൾ കാളാശ്ശേരി മുക്കിൽ ഡിവൈഎഫ്ഐയുടെ കൊടിമരം സംരക്ഷിക്കാൻ സഖാവ് മത്തായി ചാക്കോയുടെ പേരിൽ ഡിവൈഎഫ്ഐ പടുത്തുയർത്തിയ സ്മാരക സ്തൂപം സംരക്ഷിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ റവല്യൂഷണറി പ്രവർത്തകന്മാർക്ക് 2 രാത്രി ഉറക്കമൊഴിച്ചു കാത്തിരിക്കേണ്ടി വന്നു ഈ കാളാശ്ശേരി മുക്കിൽ. നോക്ക് നിങ്ങൾ, ഈ പാർട്ടിയുടെ സ്തൂപത്തിനും കൊടിമരത്തിനുമെല്ലാം ഇങ്ങനെ ഗതികേട് വന്ന പ്രദേശം വേറെ എവിടെയുണ്ട്? അതിനെയെല്ലാം മറികടന്നാണ് ഈ സംഘടന വന്നത്. അവസാനം തിരിച്ചുപോയ പ്രകടനം വീണ്ടും രാത്രി സംഘടിച്ചു മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ ഇരുമ്പ് വയ്പ്, ആണിയടിച്ച പട്ടിക. നാണം തോന്നുന്നു ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്. എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചിഹ്നമായി ഇരുമ്പ് പട്ടികയും ഇരുമ്പ് വയ്പും ആണിയടിച്ച പട്ടികയും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ സമരായുധമായി മാറിയത് എപ്പോഴാണ് എന്ന് വൈക്കിലിശ്ശേരി പ്രദേശ ജനങ്ങൾ അമ്പരന്ന് നോക്കുമ്പോഴാണ് ആ പ്രകടനം വീണ്ടും വന്നു. ഇവിടെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സദാശിവട്ടനെ പോലുള്ള ആളുകൾ, KM വാസുവേട്ടനെ പോലുള്ള ആളുകൾ, ഈ പ്രദേശത്തെ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി എല്ലാവരും ഫോൺ ചെയ്ത് പറഞ്ഞില്ല ഇനി ഇങ്ങോട്ടേക്ക് ഒരു പ്രകടനം വരരുത്. ഏരിയ അടിസ്ഥാനത്തിൽ ക്രിമിനലുകളെയും മദ്യപാനികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ CPIM-ന്റെ ഭാഗമായിരുന്ന പ്രവർത്തകന്മാരുടെ എല്ലാ അഭ്യർത്ഥനകളെയും മറികടന്നുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇരച്ചെത്തിയ ആളുകളാണ് വീണ്ടും CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തള്ളിമാറ്റി. ഇവിടെ സഖാവ് അജയനെ പോലുള്ള ആളുകൾ ഡിവൈഎഫ്ഐ റവല്യൂഷണറിയിലേക്ക് ആളുകളെല്ലാം പോയപ്പോഴും ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഈ പ്രദേശത്ത് ഒറ്റക്കുയർത്ത സഖാക്കൾ അവരെയെല്ലാം തല്ലി വീഴ്ത്തിയിട്ടാണ് വീണ്ടും ഓർക്കാട്ടേരിക്കാരൻ സഖാവ് സിനീഷിനെയും ഡിവൈഎഫ്ഐ റവല്യൂഷണറിയുടെ വൈക്കിലിശ്ശേരി മേഖലാ കമ്മിറ്റി അംഗം സഖാവ് രജീഷിനെയും ഇരുമ്പ് വൈപ്പിന് അടിച്ചു വീഴ്ത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, ഡിവൈഎഫ്ഐയുടെ പേരിൽ ഈ മണ്ണിലിറങ്ങിയേറിയ തെമ്മാടിത്തമാണത്. അപരിഷ്കൃതമായ ഇത്തരം ആചാരങ്ങൾ, ഇത്തരം ശൈലികൾ, ഇതെല്ലാം ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈയൊഴിഞ്ഞിട്ട് കാലം കുറയായി. എതിർ ശബ്ദങ്ങളെ വിമർശനങ്ങളെ, അഭിപ്രായം പറയുന്ന ആളുകളെ കായികമായി കൈകാര്യം ചെയ്ത് തല്ലിയൊതുക്കുന്ന ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിയാണോ? സഖാവ് വേണോട്ടം വിശദമായി പറഞ്ഞു. ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് എങ്ങനെയാ? എല്ലാ കാര്യിരുമ്പുവടികളെയും, എല്ലാ കഴുമരങ്ങളെയും, എല്ലാ തോക്കിൻ കുഴലുകളെയും, എല്ലാ ഭരണകൂട ഭീകരതകളെയും വെല്ലുവിളിച്ച് അതിനോടെല്ലാം പടവെട്ടി അതിനെയെല്ലാം സംഘബലത്തിന്റെ ചങ്കൂറ്റം കൊണ്ട് പടവെട്ടി പരാജയപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. ഒരു ഇരുമ്പ് പൈപ്പിന്റെയും ബലത്തിലല്ല, ഒരു ഭരണത്തിന്റെയും പിന്തുണയിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു പന്തലിച്ചത്. ഈ മണ്ണിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾക്കകത്ത് മനുഷ്യ സ്നേഹപരമായ ഇടപെടൽ, ഈ മണ്ണിൽ അധ്വാനിക്കുന്ന എല്ലാ ജനവിഭാഗത്തിന്റെയും ജീവിതത്തിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കാരുണ്യബോധത്തോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് ഈ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. അങ്ങനെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് മുകളിൽ വലിയ ജനപിന്തുണയുണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ നേതൃത്വത്തിന് മുകളിൽ കയറിയിരിക്കുന്ന പുതിയ മാടമ്പിമാർ അവർ ഈ വഞ്ചീയത്തിന് മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നുവെന്ന് ഈ മണ്ണിലെ ജനത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പിറന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പിറന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വേണുവട്ടം പറഞ്ഞ ജൂലൈ മാസം 28-ാം തീയതി ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ പുച്ഛം കലർന്ന ചിരിയോടെ 2 ആഴ്ചക്കാലത്ത് ആയുസ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ച നേതാക്കന്മാരെ വൈക്കിലിശ്ശേരിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഈ ഒഞ്ചിയം ഏരിയക്കകത്ത് നിങ്ങളുടെ കൂടെ എത്ര ആളുകളുണ്ട് ഇപ്പോ പറയണം? CPIM ആരൊക്കെയാണ് ഇപ്പോഴുള്ളത്? ഒരു പാർട്ടി മെമ്പറെ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ പറഞ്ഞല്ലോ, ഒരു പാർട്ടി മെമ്പറെ, ഒരു പാർട്ടി കേഡറെ വളർത്തിക്കൊണ്ടുവരാൻ 10-15 വർഷക്കാലം കാത്തിരിക്കുന്നു CPIM. 10-15 വർഷം നീണ്ടു നിൽക്കുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്ത് എല്ലാം തികഞ്ഞ ഒരു പാർട്ടി കേഡറെ, ഒരു പാർട്ടി മെമ്പറെ, ഒരു പൊതുപ്രവർത്തകരെ CPIM രൂപപ്പെടുന്നത്. ഈ ഒഞ്ചിയം ഏരിയക്കകത്ത് 100 കണക്കായ പാർട്ടി മെമ്പർമാരെ പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞു CPM. നോക്കൂ നിങ്ങൾ, ഏറാമല പഞ്ചായത്തിൽ മാത്രം 129 പാർട്ടി അംഗങ്ങൾ, ഒഞ്ചിയത്ത് 60-ലധികം പാർട്ടി മെമ്പർമാർ, അഴിയൂരിൽ 10 കൊല്ലമായ ആളുകളെ പുറന്തള്ളാൻ തുടങ്ങി. അതുകൊണ്ട് 100 കണക്കിന് പാർട്ടി മെമ്പർമാർ. ഈ വൈക്കിലിശ്ശേരിയിൽ ഇന്ന് വന്നവർ, നാളെ വരാനിരിക്കുന്നവർ, ഇവരൊന്നും ഈ പാർട്ടിക്ക് വേണ്ട, ഇവരെയൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ കേരളത്തിനകത്ത് ഒഞ്ചിയം ഏരിയക്കകത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 10 കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ആശയ സമരങ്ങളുടെ അന്തർധാരയിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങൾക്ക് ഒഞ്ചിയത്തിന്റെ പ്രശ്നങ്ങളെ ഇനി ചർച്ച ചെയ്യാനാവില്ല. എന്തുകൊണ്ടാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലതുപക്ഷത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നേതൃത്വത്തിനെതിരായി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ ജനപക്ഷ നിലപാടുകളോടെയുള്ള ആശയ സമരത്തിന്റെ ഭാഗമായി ഒഞ്ചിയം ഏരിയക്കകത്തുന്ന സഖാക്കളെയാണ് കമ്മിറ്റികളിൽ പുറന്തള്ളിയത്.
എന്തിനാണ് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് വേണുവിനെ മാറ്റിയത്? ഒന്ന്, വേണുവിനെ മാറ്റണം. രണ്ടെന്താ, വേണുവിനെ മാറ്റുമ്പോൾ വളരെ സ്വാഭാവികമായും ഏറാമല പഞ്ചായത്തിന്റെ ചരിത്രപരമായ സവിശേഷതകളിൽ വളരെ സ്വാഭാവികമായും ഏറാമലയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതിഷേധമുയർന്നു വരും. അങ്ങനെ പ്രതിഷേധമുയർന്നു വരുമ്പോൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ബ്രാഞ്ച് മെമ്പർ, തങ്ങൾക്കിഷ്ടമില്ലാത്ത ഈ ഏരിയ കമ്മിറ്റിയുടെ നാണം കെട്ട നിലപാടുകൾക്ക് മുന്നിൽ നട്ടല് ഉറച്ചു നിൽക്കാൻ കൂട്ടാക്കാത്ത നൂറുകണക്കിന് ആളുകളെ പുറന്തള്ളി ഏറാമലയിലെയും കുന്നുമക്കരയിലെയും ഓർക്കാട്ടേരിയിലെയും പാർട്ടിയെ കയ്യിൽ വെക്കാമെന്ന് കരുതിയ ആളുകളാണ് ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് കൊടുക്കാനുള്ള നാടകം ആസൂത്രണം ചെയ്തത്. അങ്ങനെയാണ് ഏറാമല പഞ്ചായത്തിനെ പാർട്ടി പിടിക്കണം. ഞങ്ങൾക്ക് ആളുകൾ വേണ്ട, പാർട്ടി കമ്മിറ്റി മതി. അതാണ് CPIM തീരുമാനിച്ചത്. അതുകൊണ്ട് അവർ കരുതിയത് പുറത്താക്കിയ ആളുകൾ മാത്രം പുറത്ത്, ബാക്കി എല്ലാ ആളുകളും ഞങ്ങളുടെ കൂടെ തന്നെ. എന്നിട്ട് ഏറാമല പഞ്ചായത്തിലെ പാർട്ടി സഖാക്കളെല്ലാം വെച്ച് പുറത്താക്കിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തെരുവിലിട്ട് കൈകാര്യം ചെയ്ത് ഇവരെയെല്ലാം പാർട്ടി വിരുദ്ധരാക്കി മുദ്രയടിച്ചു. വളരെ എളുപ്പത്തിൽ പാർട്ടി സംവിധാനം കയ്യിൽ വെക്കാം, ഭരണം പിടിക്കാം അടുത്തത്. ഇതാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ കണക്ക് കൂട്ടലുകളെ ഒരു ജനതയുടെ രാഷ്ട്രീയ സാക്ഷരത, ഒരു ജനതയുടെ ചരിത്രബോധം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന വഴികളെ സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർ മറന്നുപോയി. പക്ഷേ ഈ കേരളത്തിനകത്തെ ഈ ഒഞ്ചിയം ഏരിയയിലെ, ഈ വൈക്കലശ്ശേരി പ്രദേശത്തെ, ഏറാമലയിലെ, അഴിയൂരിലെ, ഒഞ്ചിയത്തെ, ഊരാളുങ്കലിലെ സാധാരണ ജനത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന ചോരയും കണ്ണീരും നീണ്ടു നനഞ്ഞ വഴികളെ സംബന്ധിച്ച് ജനം മറന്നിട്ടില്ല. അതുകൊണ്ട് ജനം നേരിനൊപ്പം CPIM-ന്റെ പാളയത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൺവെൻഷന്റെ വേദിയിലേക്ക് ഇരമ്പിയെത്തി. ഭാസ്കര മാസ്റ്ററുള്ള ആളുകൾ പറഞ്ഞു 700 ആളാണ് കച്ചേരി മൈതാനിയുടെ കപ്പാസിറ്റി. 700 ആണ്. 700 ആളുകളെ കൊള്ളൂ. ജനം തിരിച്ചു ചോദിച്ചപ്പോ 700 ആളുകളെ കൊള്ളുന്ന കച്ചേരി മൈതാനിയിൽ 10,000-ന്റെ പരിപാടി എങ്ങനെ VS-നെ വെച്ച് നിങ്ങൾ സംഘടിപ്പിച്ചുവെന്ന് ജനം തിരിച്ചു ചോദിച്ചപ്പോൾ CPIM-ന്റെ നേതൃത്വം നാണം കെട്ടു. ഞങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നു. ഈ ജനുവരി മാസം 17, 18 തീയതികളിൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും CPIM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി, CPIM-ന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി CPIM നേതൃത്വം സ്വീകരിക്കുന്ന വലതുപക്ഷ അന്യവർഗ വ്യതിയാന നിലപാടുകൾക്കെതിരായി ഈ ഒഞ്ചിയം ഏരിയയിലെ പൊരുതുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മഹാസമ്മേളനം ജനുവരി 17, 18 തീയതികളിൽ ഓർക്കാട്ടേരിയിൽ നടക്കുന്നു. ഞങ്ങൾ CPIM-നെ വെല്ലുവിളിക്കുന്നു. 18-ാം തീയതി ഓർക്കാട്ടേരി അങ്ങാടിയിൽ ഒരു കസേരയിട്ട് വന്നിട്ട് എണ്ണണം എത്ര ആളുകളുണ്ട് ആ പ്രകടനത്തിൽ. എന്നിട്ട് ഒരു മാസം എടുത്തിട്ട് നിങ്ങൾ ഒഞ്ചിയം ഏരിയയിൽ എവിടെയെങ്കിലും, ഈ ഒഞ്ചിയം ഏരിയയിൽ ഏതങ്ങാടിയായിക്കോട്ടെ, അവിടെ ഒരു ആ വന്ന ആളുകളുടെ 10% ആളുകളെ നിരത്തി ഒരു ഏരിയ പ്രകടനം സംഘടിപ്പിക്കാൻ CPIM-ന്റെ നേതൃത്വത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട്